ABC പ്രേക്ഷകർ ഡെന്നിസ് തോമസ് സാറിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പലരും എന്താണ് അദ്ദേഹത്തിന്റെ ഈ ലോകവർത്തമാനങ്ങൾ കേൾക്കാത്തത് എന്ന് നമ്മുടെ പ്രേക്ഷകർ താല്പര്യവും ചോദിക്കാറുണ്ട്. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി നമ്മളത് ആരംഭിക്കണം. ഈ വല്ലാതെ മുടങ്ങാതെ പ്രേക്ഷകരോട് സംസാരിക്കുമെന്ന് അവർക്ക് ഞാൻ സാറിന് വേണ്ടി പറയാം. എന്തായാലും ഇന്നിപ്പോൾ സാർ സംസാരിക്കുന്ന ഗ്രീൻലാൻഡിനെ കുറിച്ചാണ്. അങ്ങ് സംസാരിക്കുന്ന മിക്ക രാജ്യങ്ങളും അങ്ങ് പോയി കണ്ടിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രീൻലാൻഡിനെ കുറിച്ച് അതിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ പ്രാധാന്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്ന അടുത്ത രാജ്യമാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നഗ്നമായി ചെന്ന് ഒരു സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തെ കയ്യേറുക എന്നതാണ് അമേരിക്ക പുതിയൊരു ട്രെൻഡ്. ഇപ്പം ഏറ്റവും ഒടുവിൽ വെനിസുലയിലാണ് രാത്രിക്ക് രാത്രി അവിടുത്തെ ഭരണാധികാരിയെ കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്യുക എന്ന് പറയില്ലേ, കടത്തിക്കൊണ്ടുപോയിട്ട് സ്വന്തം രാജ്യത്ത് തടവിൽ പാർപ്പിച്ചിട്ട് അവിടുത്തെ എണ്ണ ഊറ്റാനുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഗ്രീൻലാൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡ് ജനസംഖ്യാപരമായി കുറച്ചു പേരുള്ള ഒരു നാടാണ്, മഞ്ഞ് ഉറഞ്ഞു കൂടിയ ഒരു നാടാണ്. എന്നാൽ സമാധാനത്തിൻ്റെ ഒരു വല്ലാത്ത ഭൂമികയാണ്. തണുപ്പും സമാധാനത്തിൻ്റെ തണുപ്പും ഒരുമിച്ച് ചേർന്നൊരു നാടാണ്. ഗ്രീൻലാൻഡിൻ്റെ മേൽ അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്ന ഈ സമയത്ത് ഗ്രീൻലാൻഡ് എന്ന ശാന്തസ്വരൂപിയായ ഒരു ദ്വീപിനെ സമാധാനം കെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങേപ്പോലൊരു യാത്രികൻ, സമാധാനപ്രേമിയായ ഒരു എഴുത്തുകാരൻ എങ്ങനെ കാണുന്നു ഈ നീക്കത്തെ? ഇത് നമ്മള് ട്രംപ് എല്ലാവരും പറയും ട്രംപാണ് ഈ ഗ്രീൻലാൻഡിനെതിരെ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ട്രംപാണ് ഈ ഗ്രീൻലാൻഡിനെ കൈവശപ്പെടുത്തുന്നു, അതിൽ കൈവശപ്പെടുത്താൻ പോകുന്നു എന്നുള്ള പലരും പറയുന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു അഭിപ്രായക്കാരനല്ല. കാരണം അമേരിക്ക വളരെ കാലമായി അമേരിക്കയുടെ ഒരു അജണ്ട തന്നെയാണ്. 1943 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അവിടെ മിലിറ്ററി ബേസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം തന്നെ അത് പയ്യെ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. അന്ന് അവർ പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയും മറ്റ് രാജ്യങ്ങളെയും എല്ലാം നിരീക്ഷിക്കാനും മറ്റ് പല നയതന്ത്രപരമായ പ്രധാനമുള്ള ഒരു സ്ഥലത്ത് ഉത്തര ധ്രുവത്തിൽ ഒരു നല്ല ക്യാമ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അന്നത്തെ അടിയന്തരാവസ്ഥ കാലം പോലെ ആയിരുന്നല്ലോ അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അടിയന്തരാവസ്ഥ ഉപയോഗിച്ച് അവരവിടെ പെട്ടെന്ന് ഒരു മിലിറ്ററി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം അവരവിടെ വിട്ടുപോകുന്നില്ല. പിന്നീട് ചരിത്രം നോക്കുകയാണെങ്കിൽ ട്രൂമൻ അവിടുത്തെ പ്രസിഡന്റ് ആയ സമയത്ത് അത് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്, വില പറഞ്ഞാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ എന്നാലും അമേരിക്കയുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ അന്നും ഒളിമങ്ങാതെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശീതയുദ്ധകാലത്ത് അപ്പം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആ ശീതയുദ്ധം ഉണ്ടായിരുന്നു, USSRുമായിട്ടുള്ള ഈ ശീതയുദ്ധകാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ മിലിറ്ററി ബേസിൽ നിന്ന് റഷ്യയുടെ എല്ലാ നീക്കങ്ങളും, അവരുടെ പ്രത്യേകിച്ച് ബഹിരാകാശത്തുള്ള എല്ലാ നീക്കങ്ങളെയും ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു വാന നിരീക്ഷണ കേന്ദ്രം പോലെയാണ് അത് പ്രവർത്തിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ഗ്രാജുവലി അവർക്ക് ആ രാജ്യം വേണം. കാരണം ഗ്രീൻലാൻഡിന്റെ സാഹചര്യം അങ്ങനെയാണ്. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ 50,000-52,000 പേരുള്ള ഒരു വലിയ ദ്വീപാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് ഓസ്ട്രേലിയ ആണെങ്കിലും ഈ 50,000 പേരും കുടിയേറ്റക്കാരാണോ അതോ അത് പല രാജ്യങ്ങളും അവിടുത്തെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇൻഡിജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ വൈക്കിംഗ്, ഈ എസ്കിമോസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് പറയപ്പെടും. പക്ഷെ ഇപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരു യൂറോപ്പിൽ നിന്ന് പണ്ട് കാലത്ത് കുടിയേറി പാർത്തവരുടെ ഒരു വംശം തന്നെയാണ്. സാർ ചെല്ലുമ്പോൾ കാണുന്നൊക്കെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണെങ്കിലും അതൊരു ഭൂഖണ്ഡമായതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പറയാറില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായി കണക്കാക്കുന്നത് ഗ്രീൻലാൻഡ് തന്നെയാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത്, അതായത് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത്. അതിന് 50,000 പേര്. അമേരിക്കക്ക് പണ്ട് തന്നെ ഇപ്പോ 43 തൊട്ട് സെക്കൻഡ് വേൾഡ് വാർ തൊട്ട് ഒരു മിലിറ്ററി ബേസ് എന്നതിനപ്പുറം ഇപ്പൊ ഇനി വേൾഡ് വാർ ഒന്നും ഇപ്പൊ അവരുടെ പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇനി എന്തായിരിക്കും അവർക്ക് ഗ്രീൻലാൻഡിൽ നിന്ന് വേണ്ടത്? അവരെന്തെങ്കിലും കാണാതെ കൈയടക്കുന്നവരല്ലല്ലോ. അല്ല, എപ്പോ ഇത് പെട്ടെന്ന് ആവശ്യം വരാൻ കാരണം, ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഇതിനൊരു ഡിമാൻഡ് സൃഷ്ടിക്കാൻ കാരണം നമുക്കറിയാം. ഇപ്പോ ഈ ഇലക്ട്രിക് വാഹനങ്ങള് അല്ലെങ്കിൽ അതുപോലെ SUV, അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനം പോലെ തന്നെയാണ് മറ്റ് AI അധിഷ്ഠിതമായ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധാതു ലവണങ്ങൾ, അതായത് റയർ എർത്ത് ധാരാളമായിട്ട് വേണം, അപൂർവ ധാതുക്കൾ അത് ഇവിടെ നിന്ന് കിട്ടും. അതിന് കാരണം വേറൊന്നുണ്ട്. ഇന്ന് ഇത് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ അപൂർവ ധാതുക്കൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്ന ചൈനയാണ്. അപ്പൊ ചൈനയുടെ മുന്നിലേക്ക് ആ വിപണി പോകാതിരിക്കാൻ ഗ്രീൻലാൻഡ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഈ മഞ്ഞിന്റെ അടിയിൽ ഉറഞ്ഞു കിടക്കുന്ന ഈ അപൂർവ ധാതുക്കൾ, ധാതു ലവണങ്ങൾ
അത് അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് കൈവശമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. കാരണം ഇപ്പൊ ഇതിന്റെ ഡിമാൻഡ്, അപ്പൊ ഈ നമ്മൾ പരിസ്ഥിതിയും ആഗോളതാപനവും ഒക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിളാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളാണ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ഉത്പാദിപ്പിക്കാത്ത രീതിയിലുള്ള കാർബൺ ഫ്രീ, അതുപോലെ സെമി കണ്ടൻസറുകൾ, AI അധിഷ്ഠിത വ്യവസായത്തിന് വേണ്ട ഒരുപാട് ധാതുക്കൾ, ഇതെല്ലാം ആവശ്യമുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഇത് ഇപ്പം മാനേജ് ചെയ്യുന്നത് ലോകത്ത് മൊത്തം ചൈനയാണ്. പ്രത്യേകിച്ചും ഗ്രീൻലാൻഡിൽ പോലും ചൈനയ്ക്ക് ഒരുപാട് സാധ്യതകൾ അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. കാരണം പല ചൈനീസ് കമ്പനികളും ഗ്രീൻലാൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അമേരിക്കയ്ക്ക് അത് വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് വിപണന താല്പര്യം മാത്രമുള്ള രാജ്യമാണ് കൂടുതൽ. കാരണം അവരൊരു അധിനിവേശത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അധികം കാര്യമായി ശ്രമിക്കാറില്ല. ചുറ്റുവട്ടുള്ള രാജ്യങ്ങളെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും എന്നല്ലാതെ, അവരുടെ ആവശ്യത്തിന് ടിബറ്റിനെ ഒരു കാലത്ത് അവർ കൂടെ കൊണ്ടുപോയി എന്നല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ ചൈനയിൽ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല. അമേരിക്കയെ സംബന്ധിച്ച് അതിൽ നിന്നുള്ള ധാതു ലവണങ്ങളും വേണം, അതോടൊപ്പം തന്നെ ആ രാജ്യവും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കണം. അതിന് അവർ പറയുന്ന വലിയ ഒരു ന്യായീകരണമുണ്ട്. അതായത് അവിടെ നിന്നാൽ മാത്രമേ, ഇപ്പൊ നാറ്റോ സഖ്യമാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച. കാരണം കൂടെ ഉള്ളവർ തമ്മിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നിലനിൽക്കുന്നത്. കാരണം സഖ്യകക്ഷികളുടെ ഒരു പ്രശ്നത്തിൽ അവർ ഇടപെടുകയും അത് സ്വന്തമായിട്ട് ആ രാജ്യത്തെ അമേരിക്ക കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ പറയുന്നത്, നാറ്റോയിലെ മറ്റ് രാജ്യങ്ങൾ, ബ്രിട്ടൻ അടക്കം അല്ലെങ്കിൽ ഫ്രാൻസ് അടക്കം ജർമ്മനി അടക്കം എല്ലാ രാജ്യങ്ങളും പറയുന്നത് നമ്മൾ സഖ്യകക്ഷികളാണ്. അപ്പൊ അമേരിക്ക പറയുന്നത് ഞങ്ങളെ എതിർത്ത 10 രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് 10% അഡീഷണൽ തീരുവയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അത് ഈ നാറ്റോ സഖ്യത്തിന്റെ ഒരു വലിയ തകർച്ചയാണ് ഇവിടെ കാണുന്നത്. കാരണം അവർ ലോകത്തിലെ ഏറ്റവും വലിയ അലയൻസ് ആണ് നാറ്റോ സഖ്യം. അത് തകർന്നിരിക്കുന്നു. അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ പട്ടാളക്കാർ അവിടെ പോയി ലാൻഡ് ചെയ്തു. അതായത് ഗ്രീൻലാൻഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി. അപ്പൊ തന്നെ അത് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇതിന്റെ അകത്തൊരു വലിയൊരു ഘടകമുണ്ട്. അമേരിക്ക ഇത് കൈവശമാക്കാൻ പറ്റിയ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ധാതു ലവണങ്ങൾ മാത്രമല്ല. കാരണം ആഗോള താപനത്തിന്റെ ഭാഗമായി മഞ്ഞുരുകയാണ്. ആർട്ടിക് മേഖലയിൽ മഞ്ഞുരുകി കഴിയുമ്പോൾ അതിലെ ഒരു പാത തുറന്നു കിട്ടും. ഒരു പാത തുറന്നു കിട്ടിയാൽ, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന യാത്രയുടെ സമയം 40% കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല, ഇപ്പോഴത്തെ സമുദ്രപാതകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചൈനയ്ക്കും അല്ല ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ ഉന്നയിക്കുന്ന റഷ്യയുമാണ്. എന്നാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു വലിയ റൂട്ട് ഇവരുടെ കയ്യിലേക്ക് എത്തി. എനിക്ക് ഇതിനകത്ത് കേട്ടപ്പോൾ ഒരു തമാശ തോന്നുന്നുണ്ട്. ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ മാർക്സിസത്തില്. മഹാദുരന്തമാണ് സത്യത്തില്. ആഗോളതാപം കൊണ്ട് നമ്മളെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുക എന്ന് പറയുന്നത് ഭൂമിയുടെ നാശം സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോഴും അമേരിക്ക ആലോചിക്കുന്നത് അപ്പൊ അതിലൂടെ ഒരു കപ്പൽച്ചാല് തുറന്നു കിട്ടുമെന്നാണ്. ആലോചിച്ചു നോക്കൂ, ഇത് എന്തുമാത്രം കച്ചവട കണ്ണാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ലക്ഷ്യം അത് അത് വന്നു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ലോക വ്യാപാര മേഖലയിൽ, വ്യാപാര പാതകളിൽ ഏറ്റവും വലിയ സമുദ്രപാതയിൽ അമേരിക്കയുടെ ആധിപത്യം ഊട്ടി ഉറപ്പിച്ചു. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞേ ഉള്ളൂ, പനാമ കനാല് അവർക്ക് വേണം, അത് അവരുടെ ആണ്, ഞങ്ങളത് കൈവശം പിടിച്ച് കൊണ്ടുപോകാണെന്ന് വരെ ട്രംപ് പറഞ്ഞു. രണ്ട് അമേരിക്കക്കാരുടെ കാരണം അത് അമേരിക്ക അന്നത്തെ കാലത്ത് അത് സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രീറ്റി അനുസരിച്ച് അത് അമേരിക്ക അവകാശപ്പെട്ടതല്ലല്ലോ. പക്ഷെ അതും വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പുതിയ ചാനൽ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് സമുദ്രപാത മുഴുവൻ അവരുടെ കയ്യിലായി. അപ്പൊ ആ ഒരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ധാതു ലവണങ്ങളുടെ ലക്ഷ്യമുണ്ട്. പിന്നെ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് രാജ്യത്തിന്റെ വലിയ പാർട്ട്, പിന്നെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി അത് മാറും. ഇപ്പൊ ഗ്രീൻലാൻഡും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അമേരിക്കയുടെ മുഴുപ്പ് കൂടുതലായി. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, ഗ്രീൻലാൻഡ്, കാനഡ, ഈ 3 പാർട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറുന്ന മാത്രമല്ല ലോകത്തിന്റെ 10-20% അവരുടെ കയ്യിലായി. അപ്പൊ കാനഡ ആ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. അത് കാനഡയിലായാലും ഗ്രീൻലാൻഡിലായാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബോർഡുകൾ ഞങ്ങള് വിൽപ്പനയ്ക്കില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കാനഡ ഫോർ നോട്ട് ഫോർ സെയിൽ, ഗ്രീൻലാൻഡ് ഫോർ നോട്ട് ഫോർ സെയിൽ എന്നുള്ള ബോർഡ് ഇങ്ങോട്ട് വരണ്ട, ബാക്കിയുള്ളിടത്തൊക്കെ ആയിക്കോ. ഈ കഴിഞ്ഞ ദിവസം ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നുക്കില് ഒരു വലിയ പ്രകടനം നടന്നു. നമ്മുടെ ഇവിടുത്തെ പ്രകടനം പോലെ ആയിരക്കണക്കിന് ആൾക്കാരൊന്നുമില്ല. കാരണം അവിടെ ജനസംഖ്യ 50,000. ഒരു 100-ലേറെ ആൾക്കാർ പ്രകടനം നടത്തി. അതിൻ്റെ അകത്ത് അവർ എഴുതി വെച്ച് പ്ലക്കാർഡ് ഇത് തന്നെയാണ്: ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, ഞങ്ങളെ വിൽക്കാൻ തയ്യാറല്ല. കാരണം അവര് വളരെ സമാധാനപ്രിയരും ശാന്തരുമായി ജീവിക്കുന്ന ഒരു ഗ്രീൻലാൻഡിലെ ജനത എത്ര കുറവാണെങ്കിൽ പോലും അവർ പ്രതികരിച്ചു തുടങ്ങി. കാരണം അവർക്ക് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ യുദ്ധമോ പട്ടാളമോ ഒന്നും അവർക്ക് പരിചിതമല്ല.
അവർ വളരെ ശാന്തരായി അവർ ആ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളിലെല്ലാം അതിജീവിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ അടുത്താണ് ഇന്ന് ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നത്. അതായത് ആ രാജ്യം പിടിച്ചെടുക്കുമോ പിടിച്ചെടുക്കും. പക്ഷെ എനിക്കിത് ലാസ്റ്റായിട്ട് ഇത് ഒന്നേ പറയാനുള്ളൂ, അമേരിക്ക ഇത് വളരെ കാലമായി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. ഇത് ട്രംപ് മാത്രം പ്ലാൻ ചെയ്തൊരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യം അമേരിക്ക പിടിച്ചടക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള കാര്യത്തിൽ സാറിന്റെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഭീതി തോന്നുന്നുണ്ട്. അങ്ങ് ഈ പരമ്പരയിൽ പറഞ്ഞ പല സംഗതികളും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പൊ സാർ പറഞ്ഞു വരുന്നത് ഗ്രീൻലാൻഡിന് മേൽ അമേരിക്ക കണ്ണുവെക്കുന്നത് എന്തുകൊണ്ട്? ഒന്ന്, അതൊരു പുതിയ സംഭവമല്ല. 1943 തൊട്ട് അമേരിക്കൻ സർക്കാരുകൾ, മാറി മാറി വന്ന സർക്കാരുകൾ വെച്ച കണ്ണ് തന്നെയാണ് ട്രംപും തുടർച്ചയായിട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു അമേരിക്കൻ പ്ലോട്ടാണ്, അമേരിക്കൻ പ്രോജക്റ്റാണ്, അല്ലാതെ ട്രംപിന്റെ ഒരു നൈമിഷിക പദ്ധതി അല്ല. ഒന്ന്. അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാരണം, എന്തിന് ഗ്രീൻലാൻഡ് എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അവർക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും സേഫായ ഒരു മിലിറ്ററി ബേസാണ് ഒന്നാമത്തെ കാരണം. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അങ്ങ് പറഞ്ഞത്, അവിടെ റെയർ എർത്തിന്റെ വമ്പിച്ച റെയർ എർത്ത് മെറ്റൽസിന്റെ ഈ അപൂർവ ധാതുക്കളുടെ ശേഖരമുണ്ട്. അത് പുതിയ സിലിക്കൺ വാലിയിലേക്ക്, തീർച്ചയായിട്ടും അമേരിക്കക്ക് ഈ സൈബർ വേൾഡിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ സിലിക്കൺ വാലിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ അവിടുന്ന് കിട്ടും. അതാണ് അവരുടെ സമ്പത്ത്, അതാണ് അവരുടെ കണ്ണ്. അത് വെനിസുലയിലെ എണ്ണയാണെങ്കിൽ ഇവിടെ റെയർ എർത്ത് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് പറഞ്ഞത്, ഈ റെയർ എർത്ത് മെറ്റൽസ് ഒക്കെ തന്നെ ചൈന വലിയ തോതിൽ സ്വന്തമാക്കി വരുന്നുണ്ട്. അത് ചൈന സ്വന്തമാക്കുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അമേരിക്കക്ക്. അത് തടയുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻലാൻഡിന്റെ റെയർ എർത്ത്സ് അമേരിക്കക്ക് കിട്ടുക എന്ന് മാത്രമല്ല, അത് ചൈനക്ക് കിട്ടാതിരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അവസാനമായി അങ്ങൊരു പക്ഷേ ഞങ്ങൾക്കൊക്കെ വലിയ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു. ആഗോള താപനത്തിന്റെ ഫലമായിട്ട് ഭൂമിയിലെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുമ്പോൾ പുതിയ കപ്പൽ ചാലുകൾ ഉണ്ടാകുമെന്നും ആ കപ്പൽ ചാലുകൾ ഭൂമിയിലെ ഗതാഗതത്തിന് ഈ ദൂരം കുറക്കുന്ന മട്ടിലുള്ള പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുമെന്നും, ഭൂമി തന്നെ വിനാശത്തിലേക്ക് നയിക്കുന്ന ഒരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ പോലും അതിനെ കച്ചവട കണ്ണോടുകൂടി എങ്ങനെ ലാഭകരമാക്കി തീർക്കാമെന്ന് ആലോചിക്കുന്ന അതിഭീകരമായ ഒരു അമേരിക്കൻ കണ്ണ് മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ മാത്രം ഒരു കണ്ണാണ്. ഇത്രയും കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഗ്രീൻലാൻഡിന്റെ ഭാവി അവസാനമായി ഡെനിസ് തോമസ് സാർ ലോകത്തോട് പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ. എന്ന് എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അമേരിക്ക ഗ്രീൻലാൻഡ് കൈയടക്കിയിരിക്കും എന്ന് പ്രവചിക്കുക കൂടി ചെയ്യുന്നു. ഇനി അങ്ങേക്ക് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ പ്രേക്ഷകരോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം എന്തായാലും ഗ്രീൻലാൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അമേരിക്ക പല കണ്ണുകൾ വെക്കുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക അത് അദ്ദേഹത്തിന്റെ പ്രഷർ ടാക്ടിക്സ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഗ്രീൻലാൻഡിന്റെ യുദ്ധമില്ലാതെ തന്നെ കൈവശപ്പെടുത്തും. അത് രക്തരൂഷിതമാകരുത് എന്നുള്ളത് മാത്രമേ നമ്മുടെ ഒരു ആഗ്രഹമുള്ളൂ. പക്ഷെ വലിയ പ്രതിഷേധം തുടങ്ങിയ സ്ഥിതിക്ക് അത് സാധ്യമാവൂ സാർ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഗ്രീൻലാൻഡുകാർ എത്ര ചെറിയൊരു ജനതയാണ്, 50,000 പോലും തികച്ചില്ലാത്തൊരു ജനത ഞങ്ങളെ വിൽപ്പനയ്ക്ക് ഞങ്ങൾ വിൽക്കപ്പെടാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതേ മനസ്സോടുകൂടി തന്നെ കാനഡയും നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. അമേരിക്ക ലോകത്തിലെ ഏതൊക്കെ ജനതയെ, ഏതൊക്കെ ഭൂപ്രദേശങ്ങളെ പർച്ചേസ് ചെയ്യാൻ കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ വിൽപ്പനയ്ക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനതയുണ്ട് എന്നത് തീർച്ചയായിട്ടും അധിനിവേശ വിരുദ്ധമായ മനസ്സുള്ള വലിയ സമാധാന പ്രേമികൾ ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്, അല്ലേ സർ? തീർച്ചയായും. അതുകൊണ്ട് അവരിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ഒപ്പം അമേരിക്കയെ നമ്മൾ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അമേരിക്ക എന്തും എപ്പോഴും ചെയ്തെന്ന് വരാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.